മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രികയുടെ ക്യാമ്പയിൻ ഉദ്ഘാടനത്തിൽ നിന്ന് പിന്മാറി CPM നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ. വിവാദത്തിന് താൽപര്യമില്ലെന്ന് ലീഗ് നേതാക്കളെ അറിയിച്ചു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ക്യാമ്പയിൻ ഉദ്ഘാടനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ ജി സുധാകരൻ ആവശ്യപ്പെട്ടുവെന്ന് ലീഗ് ജില്ലാ പ്രസിഡന്റ് AM നസീർ. ക്യാമ്പയിൻ ഉദ്ഘാടനം ജി സുധാകരന്റെ സൗകര്യം നോക്കി മറ്റൊരു ദിവസം നടത്തുമെന്നും AM നസീർ പറഞ്ഞു. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു. നിഷ, കൂടുതൽ വിശദാംശങ്ങൾ. ഇന്ന് രാവിലെ 8:30 ജി സുധാകരന്റെ പറവൂരിലെ വീട്ടിൽ വെച്ചാണ് ചന്ദ്രിക ദിനപത്രത്തിന്റെ ക്യാമ്പയിൻ ഉദ്ഘാടനം തീരുമാനിച്ചിരുന്നത്. ഇന്നലെ വരെ ആ ഒരു പരിപാടി ഉണ്ട് എന്ന് തന്നെയാണ് അറിയിച്ചത്. പക്ഷെ ഇന്ന് രാവിലെ ആ ഒരു ഉദ്ഘാടനത്തിന്റെ സമയം ആ ഒരു സമയത്ത് തന്നെയാണ് അദ്ദേഹം പിന്മാറിയതായി അറിയിച്ചത്. നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മറ്റു വിവാദങ്ങളിലേക്കൊന്നും പോകാൻ താല്പര്യമില്ല എന്നാണ് ലീഗ് നേതാക്കളെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് നിശ്ചയിച്ചിരുന്ന ഉദ്ഘാടനം മാറ്റണമെന്ന് ജി സുധാകരൻ അറിയിച്ചതായും ലീഗ് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു ദിവസം ക്യാമ്പയിൻ ഉദ്ഘാടനം ജി സുധാകരന്റെ സൗകര്യം നോക്കി മറ്റൊരു ദിവസം നടത്തുമെന്നും പറയുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം, ഇപ്പോഴത്തെ ഒരു സാഹചര്യം വിവാദമായ സാഹചര്യങ്ങളിലേക്കാണ് അമ്പലപ്പുഴയിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്പലപ്പുഴ ഏരിയ സമ്മേളനമായിരുന്നു ഇന്നലെ അവസാനിച്ചത്. അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്നും ജി സുധാകരനെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ സൗകര്യം നോക്കി അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയാണ് ക്ഷണിക്കാത്തത് എന്നും, അല്ലാതെ വിരോധമില്ല, ഒഴിവാക്കിയതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആലപ്പുഴയിലെ CPM ജില്ലാ സെക്രട്ടറി നാസർ അടക്കമുള്ള ആളുകൾ രംഗത്തെത്തിയിരുന്നു. പക്ഷെ നമുക്കറിയാം, ജി സുധാകരൻ കുറെ നാളുകളായി CPM നേതൃത്വവുമായി അകൽച്ച കാത്തു സൂക്ഷിക്കുന്നയാളാണ്. പല വേദികളിലും അദ്ദേഹം ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. CPM വിട്ട് BJPയിലേക്ക് എത്തിയ കായംകുളത്തെ ബിപിൻ സി ബാബു അടക്കമുള്ള ആളുകൾ ജി സുധാകരൻ CPMൽ അതൃപ്തനാണ് എന്ന കാര്യം അടക്കം ഉന്നയിച്ചുകൊണ്ട് ഇന്നലെയും രംഗത്തെത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ ഇന്നിപ്പോൾ ആ ഉദ്ഘാടനത്തിന് മാധ്യമങ്ങൾ ചെല്ലും. അദ്ദേഹത്തോട് ഇന്നലത്തെ കാര്യം സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിക്കും. എന്തെങ്കിലും രീതിയിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു വിവാദ സാഹചര്യം ഉണ്ടാകും. അതൊരു വിവാദങ്ങളിലേക്കൊക്കെ പോകും. അത് തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെയും മാധ്യമങ്ങളെ കാണാൻ കൂട്ടാക്കാതിരുന്നത്. ഇന്നലെയും ഇക്കാര്യത്തിൽ ഈ അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കിയത് സംബന്ധിച്ചുള്ള പ്രതികരണം എടുക്കാൻ മാധ്യമങ്ങൾ അവിടെ ചെന്നിരുന്നു. പക്ഷെ ആരെയും കാണണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനിയും ആ ഒരു ഉദ്ഘാടന സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടായാൽ അത് മറ്റു വിവാദങ്ങളിലേക്കൊക്കെ പോകും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെയുള്ള വിവാദങ്ങളിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചന്ദ്രിക ദിനപത്രത്തിന്റെ ക്യാമ്പയിൻ ഉദ്ഘാടനത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറിയത്. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.